أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, മനുഷ്യ സമൂഹവും അതിന് സമാന്തരമായി എന്ന് പറയാവുന്ന രൂപത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന മൃഗങ്ങളുടെ ഒരു ലോകവും നമുക്കറിയാം. എന്നാൽ ഇവ തമ്മിൽ വളരെ പ്രകടമായ രസകരമായ പല അന്തരങ്ങളും ഉണ്ട്. സമകാലീന സാമൂഹിക സാഹചര്യത്തിൽ മൃഗങ്ങളുടെ ഒരു തുടർച്ചയായി മനുഷ്യനെ അവതരിപ്പിക്കുവാനുള്ള ശക്തമായ ശ്രമങ്ങൾ നവനാസ്തികരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകും. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി മൃഗങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ് മനുഷ്യനെന്ന് പറയുകയും എന്നിട്ട് മനുഷ്യനിൽ നിലനിൽക്കേണ്ട അല്ലെങ്കിൽ മനുഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ട ധാർമ്മികമായ മൂല്യങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വളരെ ശക്തമായി നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ നവനാസ്തിക സമൂഹം ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്, ശാരീരികമായും വ്യത്യസ്തമാണ്, സ്വഭാവങ്ങളിലും വ്യത്യസ്തമാണ്. അതിലേറ്റവും വ്യത്യാസമുള്ളത് മനുഷ്യൻ ഒരു മോറൽ ബീയിങ് ആണ് എന്നതാണ്. ഒരു ധാർമ്മിക ജീവിയാണ് മനുഷ്യൻ. ലോകത്ത് ഒരുപാട് ജീവിവർഗങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യൻ മാത്രമാണ് ധാർമ്മിക ജീവിയായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മനുഷ്യന് മാത്രമാണ് ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഏക ജീവി ലോകത്ത് മനുഷ്യൻ മാത്രമാണ്. ഇത് രണ്ടും മനുഷ്യൻ്റെ വളരെ സവിശേഷമായ പ്രത്യേകതകളാണ്. ഒന്ന്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ഘടനയിലുമെല്ലാം വളരെ വ്യത്യാസമുണ്ട്. ധാർമ്മികമായി പല മൂല്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. അങ്ങനെ ജീവിക്കാതിരിക്കാനും മനുഷ്യന് സാധിക്കും. ധാർമ്മികമായ മൂല്യങ്ങളൊന്നും ഉൾക്കൊള്ളാതെ ജീവിക്കാതിരിക്കാൻ സാധിക്കും. പക്ഷെ എന്നാലും പല മൂല്യബോധങ്ങളും നമ്മുടെ മനസ്സിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സ്നേഹം, കാരുണ്യം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നീതിബോധം, അതുപോലെ തന്നെ വിട്ടുവീഴ്ച, ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ, അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള കുറേ ഗുണങ്ങളും, അഥവാ സ്വാർത്ഥത, അസൂയ, അഹങ്കാരം, വിരോധം, പക പോലെയുള്ള നെഗറ്റീവ് വികാരങ്ങളും സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് സൗകര്യം പോലെ മനുഷ്യന് പ്രകടിപ്പിക്കാം, പ്രകടിപ്പിക്കാതിരിക്കാം, ഇതൊക്കെ ചെയ്യാം. അതാണ് നമ്മൾ ഫ്രീഡം ഓഫ് ചോയ്സ് എന്നതുകൊണ്ട്
നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വശം, അഥവാ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. കാരുണ്യം വേണമെങ്കിൽ പ്രകടിപ്പിക്കാം, പ്രകടിപ്പിക്കാതിരിക്കാം. സ്വാർത്ഥത വേണമെങ്കിൽ പ്രകടിപ്പിക്കാം, പ്രകടിപ്പിക്കാതിരിക്കാം. അസൂയ വേണമെങ്കിൽ പ്രകടിപ്പിക്കാം, പ്രകടിപ്പിക്കാതിരിക്കാം. ഇതാണ് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും അത് നമുക്കൊരു പരിധി വരെ കാണാൻ സാധിക്കും. ഇതിൽ മനുഷ്യൻ്റെ ഗുണങ്ങളിൽ ഏറ്റവും മഹത്തരമെന്ന് പറയുന്ന ഒരു ഗുണമാണ്, മൃഗങ്ങൾക്കൊന്നും ഒരിക്കലും ഇല്ലാത്ത ഒരു ഗുണമാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. മൃഗലോകത്ത് നമുക്കത് കാണുക സാധ്യമേ അല്ല. വിട്ടുവീഴ്ച എന്ന് പറയുന്നത്, കോംപ്രമൈസ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പ്രയോഗിക്കുന്ന ഒന്നാണ് വിട്ടുവീഴ്ച എന്ന്. ഇതൊരൊറ്റ മൃഗത്തിനും കാണിക്കാൻ കഴിയില്ല, മനുഷ്യന് മാത്രമേ അത് കാണിക്കാൻ സാധിക്കുള്ളൂ. എന്നു മാത്രമല്ല, ചെയ്യുന്ന ആൾക്ക് വിട്ടുവീഴ്ച ചെയ്തു എന്നതുകൊണ്ട് കാര്യമായ ഒരു നേട്ടവുമില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തു തന്നാൽ അതുകൊണ്ട് എനിക്കെന്താ നേട്ടമുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. എനിക്കെന്തെങ്കിലും നേട്ടം മുന്നിൽ കണ്ടാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നതെങ്കിൽ അതിന് വിട്ടുവീഴ്ച എന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്കെന്തെങ്കിലും ലാഭമുണ്ട്, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ദൗർബല്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അല്ലെങ്കിൽ ഞാൻ ദുർബലനാണ്, അങ്ങനെയാണ് ഞാനെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണ്? വിട്ടുവീഴ്ചയല്ല. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ന്യായവും സത്യവും എല്ലാം എൻ്റെ പക്ഷത്താണ്. എനിക്ക് അപ്പേരിൽ മറുകക്ഷിയെ പലതും ചെയ്യാൻ കഴിയും, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്നിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ എന്നിലുള്ള ആ കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും വികാരമാണ് ഞാൻ അവിടെ എടുത്തു പ്രയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നേട്ടമൊന്നുമില്ല. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പ്രപഞ്ചനാഥനെ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ കാരുണ്യം കാണിക്കുന്നതിൽ അർത്ഥമില്ലാതാകും. ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ കാരുണ്യം കാണിക്കണത്? കാരണം എന്താ? ഞാൻ കാരുണ്യം കാണിച്ചുകൊണ്ട് എനിക്ക് നേട്ടമില്ല. എനിക്കെന്ത് നേട്ട കാരുണ്യം കാണിക്കുന്നതുകൊണ്ടുള്ളത്? ഏതെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും നേട്ടം എനിക്ക് ഉണ്ടാകുമ്പോഴേ പിന്നെ ഞാൻ കാരുണ്യം കാണിക്കാൻ തയ്യാറാവുകയുള്ളൂ, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. എനിക്ക് നേട്ടമില്ലാത്ത വിട്ടുവീഴ്ച ഞാൻ എന്തിനു ചെയ്യണം? ഇവിടെയാണ് അതിനെ തീർത്തും സ്വതന്ത്രമായ ഒരു മൂല്യമായി, വലിയ ഒരു ധർമ്മമായി ഇസ്ലാം കാണുന്നത്. അതുകൊണ്ടൊരു നേട്ടവുമില്ല. ആകെയുള്ള നേട്ടം സൃഷ്ടിച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ പുണ്യം അതിന് ലഭിക്കും, വലിയ പരിഗണന അതിന് ലഭിക്കും എന്നതാണ്. ഭൗതിക ലോകത്ത് ചില നേട്ടങ്ങളുണ്ട്. ആ നേട്ടം ഈ വിട്ടുവീഴ്ച ചെയ്യുന്നവന് ഗുണം കിട്ടണമെന്നില്ല. വിട്ടുവീഴ്ച കൊണ്ടുള്ള 3 ഗുണങ്ങളാണ് ഒരു സത്യവിശ്വാസിയുടെ മുൻപിൽ പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്, വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും വിട്ടുവീഴ്ച ചെയ്താൽ. എന്ന് വിചാരിച്ച് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നൊന്നുമില്ല. കാരണം എനിക്ക് നേട്ടമില്ലാത്ത കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദൈവത്തെ, ധർമ്മബോധത്തെയും നിരാകരിച്ചാൽ പിന്നെ വിട്ടുവീഴ്ച അബദ്ധമാണ്, മണ്ടത്തരമാണ്, വിവരക്കേടാണ്. കാരണം ലാഭമില്ല, പ്രോഫിറ്റ് ഒന്നുമില്ല. ഭൗതിക ലോകത്തൊരു പ്രോഫിറ്റ്, ദൈവത്തെ നിരാകരിക്കുമ്പോൾ പിന്നെ പരലോകം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഭൗതിക ലോകത്തുള്ള നേട്ടക്കോട്ടങ്ങൾക്കനുസരിച്ചായിരിക്കും ഞാൻ എല്ലാ കാര്യത്തെയും വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തുമ്പോൾ വിട്ടുവീഴ്ചക്ക് എന്തില്ല? യാതൊരുവിധ പ്രോഫിറ്റുമില്ല. പ്രോഫിറ്റോട് കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിനെ വിട്ടുവീഴ്ച എന്നും പറയാൻ കഴിയില്ല. ഒരു വിശ്വാസിയുടെ മുൻപിൽ മാത്രമാണ് വിട്ടുവീഴ്ചക്ക് പ്രസക്തിയുള്ളൂ. ഈ 3 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിട്ടുവീഴ്ച വഴി നിലവിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. പല പ്രശ്നങ്ങളും ഒത്തുതീർപ്പിലെത്താനും പരിഹരിക്കപ്പെടാനും വിട്ടുവീഴ്ച കൊണ്ട് സാധിക്കും. രണ്ടാമത്തെ സംഗതി, വിട്ടുവീഴ്ച എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ മഹത്തായ പ്രതിഫലമുള്ള ഒരു സംഗതിയാണ്. മൂന്നാമത്തേത്, വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യും. 2 അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്, ഒരെണ്ണം ഭൗതിക ലോകത്ത് പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ 3 നേട്ടങ്ങൾ മാത്രമാണ് വിട്ടുവീഴ്ചക്കുള്ളത്. ഇത് ഒരു വിശ്വാസിക്ക് മാത്രം പ്രസക്തമാവുകയുള്ളൂ.
അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യുമെന്നുള്ളത് വിശ്വാസിക്ക് മാത്രമേ പ്രസക്തമാവുള്ളൂ. ദൈവത്തെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ പരിഗണിക്കാത്ത, ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ പോലും ദൈവത്തെ ജീവിതത്തിൽ പരിഗണിക്കാത്ത, അങ്ങനെയും കൂടി നമ്മൾ പറയണം. നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവത്തെ നിഷേധിക്കുന്നവരല്ല, ദൈവത്തെ നിഷേധിക്കുന്നവരല്ല ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവത്തെ പരിഗണിക്കാത്ത ആളുകളാണ്, അള്ളാഹുവിനെ പരിഗണിക്കാത്ത ആളുകളാണ് ലോകത്തുള്ളത്. അത് മുസ്ലിങ്ങളിലുമുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരിലുമുണ്ട്, എല്ലാവരിലും. അവരൊക്കെ ദൈവം ഉണ്ടെന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടെന്ന് പറയും, വേണമെങ്കിൽ അരമണിക്കൂർ ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ജീവിതത്തിൽ ദൈവത്തെ പരിഗണിക്കില്ല. ഇസ്ലാം അതിശക്തമായി ആവശ്യപ്പെടുന്നത് നിങ്ങൾ അള്ളാഹുവിനെ, പ്രപഞ്ചത്തിന്റെ നാഥനെ ജീവിതത്തിൽ പരിഗണിക്കണം. എന്തായി പരിഗണിക്കണം? ജീവിതത്തിൽ പരമാധികാരിയായി പരിഗണിക്കണം. ഇതാണ് അള്ളാഹുവിന് മനുഷ്യരോട് ആവശ്യപ്പെടാനുള്ളത്. അപ്പൊ ഈ 3 ഗുണങ്ങളാണ് അങ്ങനെ പരിഗണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. 2 ഗുണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും, 1 ഗുണം ഭൗതിക ലോകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും അതിൻ്റെ പേരിൽ ലഭിക്കുന്ന പ്രതിഫലവും, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലനം ഭൗതിക ലോകത്തുണ്ടാകും. അതാണ് 2 പേര് തമ്മിൽ തെറ്റി നിൽക്കുകയാണെങ്കിൽ, ഒരാൾ വിട്ടുവീഴ്ചക്ക് സന്നദ്ധമാവുകയാണെങ്കിൽ ആ 2 പേര് തമ്മിൽ അടുക്കും. ആ 2 പേര് തമ്മിൽ അടുക്കുമ്പോൾ ഒരുപാട് ഗുണഫലങ്ങൾ ഭൗതിക ലോകത്തുണ്ടാകും, അയാളുടെ കുടുംബത്തിലുണ്ടാകും, അയാളുടെ ചുറ്റുവട്ടത്തിലുണ്ടാകും, സമൂഹത്തിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് വന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മഹത്തായ പുണ്യം നമുക്ക് നൽകുകയും ചെയ്യും. ഞാനിപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് റമദാനിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ, 2-2.5 ആഴ്ച കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിമഹത്തായ ഒരു ഇബാദത്ത് ചെയ്യാൻ മാനസികമായും ശാരീരികമായും സന്നദ്ധമാവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഞാൻ പറഞ്ഞു, വിട്ടുവീഴ്ചയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ, നമ്മൾ ഈ നോമ്പൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും 10-14 മണിക്കൂർ പട്ടിണിക്കിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ സവിശേഷമായ ഒരു സംഗതി നമുക്ക് കാണാൻ സാധിക്കും. തഖ്വയെക്കുറിച്ച് 250-ലേറെ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. തഖ്വയുടെ വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോഴെല്ലാം സവിശേഷമായ ഒന്ന്, തഖ്വയോട് ഏറ്റവും അടുത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 കാര്യങ്ങളുമായി ചേർത്തേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ തഖ്വ പാലിക്കണം, ഇത് തഖ്വയാണ്, അത് തഖ്വയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോഴും അഖ്റബുലി തഖ്വ, ഇത് തഖ്വയോട് ഏറ്റവും അടുത്ത കാര്യമാണ്, ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് എന്ന് 2 ആയത്തിലേ പറഞ്ഞിട്ടുള്ളൂ. 2 കാര്യമേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒരു കാര്യം ജസ്റ്റിസ് അഥവാ നീതിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾ നീതി പാലിക്കുക, അഖ്റബു ലിത്തഖ്വ, അത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ് എന്നല്ലാഹു പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 8-ാം സൂക്തത്തിൽ നമുക്കത് കാണാം. എന്നാൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലാണ് അൻ തഅഫു അഖ്റബു ലിത്തഖ്വ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, അത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. ഒരുപാട് കാര്യങ്ങൾ തഖ്വയോട് ഏറ്റവും അടുത്തതാണ് എന്ന് പറയാൻ കഴിയുമായിരുന്നിട്ടും നമ്മൾ പരിശോധിച്ചാൽ മറ്റു പലതിനോടും ചേർത്ത് ഇത് പറയേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുമായിരുന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നീതിയും വിട്ടുവീഴ്ചയുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് അഖ്റബുലി തഖ്വ, ഇത് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ചക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞു വച്ചത്. അതുമാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 134-ാം സൂക്തം ഞാനിപ്പോൾ ഓതി വച്ചത് അതാണ്. മുത്തക്കികളുടെ സ്വർഗത്തിന് അവകാശിയായിട്ടുള്ള, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് അവകാശിയായിട്ടുള്ള മുത്തക്കികളുടെ ഒരു കുറെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 133, 134, 135 സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം
ഇത്രയും സൂക്തങ്ങളിൽ എണ്ണി എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിൽ അല്ലാഹ് പറഞ്ഞൊരു സംഗതി, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുവീൻ. അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിയിൽ പോകുവീൻ. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കുവീൻ. ഉഇദ്ദത ലിൽ മുത്തഖീൻ, അത് ഞാൻ സെറ്റ് ചെയ്തു വച്ചിട്ടുള്ളത്, അത് ഞാൻ തയ്യാർ ചെയ്തു വച്ചിട്ടുള്ളത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ടല്ല ആ മുത്തഖികളുടെ ക്വാളിറ്റി വിശദീകരിക്കുകയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്, അവരുടെ പ്രത്യേകത ഒന്നാമത്തേത്, അവർ ക്ഷാമകാലത്തും ക്ഷേമകാലത്തും അവർ ചിലവ് ചെയ്യും. ഒരുപാട് പണമുണ്ടാകുമ്പോൾ മാത്രമല്ല, അവർ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ പോലും അവരുണ്ടാക്കിയ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യും. എടുത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒന്നാമത്തെ ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. പിന്നെ അല്ലാഹ് പറയുന്നു വൽ കാളിമീനൽ ഗൈൾ, ആ മുത്തഖികൾക്ക് സ്വർഗാവകാശിയായ മുത്തഖികളാരാ? സ്വർഗാവകാശികളായ മുത്തഖികൾ എന്ന് പറഞ്ഞാൽ വലിയായിരിക്കും. സ്വർഗാവകാശികളായിട്ടുള്ള മുത്തഖികൾ എന്ന് പറയുന്നത് അള്ളാഹിന്റെ ഔലിയാക്കളായിരിക്കും. അള്ളാഹിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മുത്തഖികളാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ തസ്തിയൊന്നുമല്ല. സത്യവിശ്വാസികൾക്ക് അള്ളാഹു പല പേരുകൾ നൽകിയിട്ടുണ്ട്. മുഹസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുത്തഖി എന്ന് പറഞ്ഞിട്ടുണ്ട്, വലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പേരുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വ്യവഹരിച്ചിട്ടുണ്ട്. ആ വ്യവഹാരങ്ങളിൽ ഒന്നാണ് മുത്തഖി എന്നുള്ളത്, ആ വ്യവഹാരങ്ങളിൽ ഒന്നാണ് മുഹസിൻ എന്നുള്ളത്, ആ വ്യവഹാരങ്ങളിൽ ഒന്നാണ് പിന്നെ സ്വാലിഹ് എന്നുള്ളത്. അതുപോലുള്ള ഒന്നാണ് ഔലിയ എന്ന് പറയുന്നത്. അപ്പൊ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുത്തഖികൾ ഔലിയാക്കളാണ്, ഔലിയാക്കൾ മുത്തഖികളായിരിക്കും. അല്ലാതെ ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു തസ്തിക ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഔലിയാക്കളെ നമുക്ക് തിരിച്ചറിയാനും കഴിയൂല. നമ്മളൊരാൾ ഔലിയാണോ അല്ലാത്തതാണോ എന്ന് വിലയിരുത്തുന്ന അയാൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴാണ്. അത്ഭുതങ്ങൾ കാണിച്ചാൽ നമുക്ക് ഔലിയാവുള്ളൂ. ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രത്യേകതകൾ ഉണ്ടാകും. ഒന്ന്, രണ്ട് പ്രത്യേകത ആളുകൾ സമൂഹം കാണുന്നുണ്ട്, അതാണെന്നല്ല ഞാൻ പറയുന്നത്. അതിലൊന്നെന്താണെന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങൾ കാണിച്ചാലാണ് ഔലിയാവുള്ളൂ. രണ്ടാമത്, പല ഔലിയാക്കന്മാരും ജീവിച്ചിരിക്കുമ്പോൾ ഔലിയായിരിക്കില്ല, മരിച്ചു കഴിയുമ്പോഴായിരിക്കും ഔലിയ ഇട്ടുണ്ടാവുക. മൂന്നാമത്തെ കാര്യം, ഔലിയ എന്ന് അവതരിപ്പിക്കുന്ന പലർക്കും നേരെ ചൊവ്വയുള്ള ബോധോ വെളിവോ വെള്ളിയാഴ്ച ഒന്നും ഉണ്ടാവാറില്ല. ഉള്ളവരോട്ട് നമ്മൾ ഔലിയ എന്ന് പറയാറുമില്ല. അവരെ ഇനി പറയണമെങ്കിൽ അവർ മരണപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ പറയുക. ഞാനിത് ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ പൊതു സമൂഹം അതിനെ നോക്കിക്കാണുന്ന ഒരു രീതി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഔലിയായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മാനസിക നിലവാരം സന്തുലിതമായിരിക്കില്ല പലരും. നമ്മളിത് പറഞ്ഞു കേൾക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആരും മാനസിക നിലവാരം സന്തുലിതാവസ്ഥയിൽ നിലനിന്ന ആളുകളല്ല. എന്നാൽ അതിനെ പൊക്കിപ്പിടിക്കുകയും അതിനെ താങ്ങിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പറയുന്ന കാര്യം തന്നെയാണിത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നല്ല ബോധമുള്ള, കൃത്യമായി കുളിച്ച് വൃത്തിയായി നടക്കുന്ന എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തണമെന്നല്ല. അവരെ ആക്ഷേപിക്കാനോ അവരെ പരിഹസിക്കാനോ അവരെ കുറ്റം പറയാനൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പണിയേ അല്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നാമത് നല്ല വൃത്തിയായിരിക്കും. അവർ കുളിച്ച് വൃത്തിയായിട്ട്, ഉള്ള സാധ്യതയും സൗകര്യവും അനുസരിച്ച് അവർ കുളിച്ച് വൃത്തിയായിട്ട് നടക്കും. ഔലിയ അല്ല എൻ്റെ വിഷയം, ഞാൻ അത് പറയുന്നില്ല. ഇപ്പോൾ അത് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഔലിയാക്കളെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. അവർക്ക് ദേഷ്യം വരൂല എന്നല്ല അള്ളാഹ് പറയുന്നത്. മുത്തക്കികൾക്ക്, ഒരാൾ മുത്തക്കിയാണെങ്കിൽ അയാൾക്ക് ദേഷ്യമൊന്നും വരൂല, അയാൾ എപ്പോഴും ദേഷ്യമില്ലാതെ ജീവിക്കുന്നല്ല. വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അന്നാസ്, അവർക്ക് ദേഷ്യം വരും, പക്ഷേ അതവർ പ്രകടിപ്പിക്കില്ല. ആ നിലക്ക് പരമാവധി അവർ കടിച്ചിറക്കാൻ ശ്രമിക്കും. അത് സ്വർഗാവകാശിയായിട്ടുള്ള മുത്തക്കിയുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് അള്ളാഹ് പറയുന്നത്. മൂന്നാമത്തെ ക്വാളിറ്റി അള്ളാഹ് പറയുന്നത് ആഫീന അനിന്നാസ്, അവർ ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരായിരിക്കും. ഇനിയും വേറെ കാര്യങ്ങൾ അള്ളാഹ് പറയുന്നുണ്ട്. അതിപ്പോ നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കും. മുത്തക്കിയുടെ വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് അള്ളാഹ് പറഞ്ഞൊരു സംഗതിയാണ് വിട്ടുവീഴ്ച കാണിക്കും എന്നുള്ളത്. അതുകൊണ്ട് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് വലിയ ഒരു ഗുണമാണ്, വലിയ ഒരു ധർമ്മമാണ്, വലിയ പുണ്യം കിട്ടുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ
നമ്മൾ ജീവിതത്തിൽ പരമാവധി വിട്ടുവീഴ്ച കാണിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, റമദാനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു വിട്ടുവീഴ്ച കാണിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തേത്, ഇപ്പോഴും ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുമ്പോഴും നമ്മൾ പലരുമായിട്ട് മിണ്ടാതിരിക്കുകയും വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ മിണ്ടാതിരിക്കുക എന്നവർ കൃത്യമായി നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഹജ്ജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുമായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിട്ടുവീഴ്ചക്ക് സന്നദ്ധമായാൽ അതൊക്കെ പരിഹരിക്കാവുന്നതേയുള്ളൂ. നമ്മളൊന്ന് ആലോചിക്കണം, ആളുകളുമായിട്ട് പലരുമായിട്ടും അതും സത്യവിശ്വാസികളുമായിട്ട് മിണ്ടാതിരുന്നതിന് ശേഷം ആ മിണ്ടാതിരിക്കുന്ന ഭാവത്തോടു കൂടി തന്നെ റമദാനിലേക്ക് പ്രവേശിക്കണമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അത് പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, വിട്ടുവീഴ്ച, അഫു എന്ന് പറയുന്നത്. വിട്ടുവീഴ്ചക്ക് നാം സന്നദ്ധമാവുക. അള്ളാഹ് പല തവണ ആവശ്യപ്പെട്ട കാര്യമാണത്. വളരെ പ്രാധാന്യത്തോടു കൂടി ഞാൻ പറഞ്ഞല്ലോ, തഖ്വയോട് ഏറ്റവും അടുത്തത് എന്നുള്ള വിശേഷിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നാം അതിന് സന്നദ്ധമാകണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സത്യവിശ്വാസിക്കാണ് അതിന് സന്നദ്ധമാവാൻ കഴിയുക എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അത് നമ്മൾ അടിവര ഇടേണ്ടതാണ്. അള്ളാഹുവിനെ പരിഗണിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് മാത്രമാണ് വിട്ടുവീഴ്ചക്ക് സന്നദ്ധമാകാൻ കഴിയുക. അള്ളാഹുവിനെ പരിഗണിക്കാത്ത ഒരാൾ വിട്ടുവീഴ്ചക്ക് സന്നദ്ധമാവില്ല. ആയാൽ തന്നെ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെ വിട്ടുവീഴ്ച എന്ന് പറയാൻ കഴിയില്ല. അല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്നത് ഒരുതരം മണ്ടത്തരമാണ്. എന്തിനങ്ങനെ വിട്ടുവീഴ്ച ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് സത്യവിശ്വാസി, അള്ളാഹുവിനെ പരിഗണിക്കുന്ന, പരലോകത്തിലെ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ പരിഗണിക്കുന്ന, സ്വർഗത്തെ പരിഗണിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഗതിയാണ് നിരുപാധികമായൊരു വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. ദുർബലന്റെ ക്ഷമയല്ല വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. ദുർബലന്റെ ഒളിച്ചോട്ടമല്ല വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അയാൾ, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം, അതിന് ക്ഷമ എന്നാണ് പറയുന്നത്. വെറുതെ പച്ച ക്ഷമ, അത്രേ ഉള്ളൂ. അത് വിട്ടുവീഴ്ചയല്ല. വിട്ടുവീഴ്ച പ്രബലൻ ദുർബലനോട് നടത്തുന്നതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. പ്രബലൻ ദുർബലനോട് നടത്തുന്നതാണ്. ന്യായങ്ങളും നീതിയും സത്യവുമെല്ലാം തൻ്റെ പക്ഷത്തുണ്ടായിരിക്കെ തന്നെ നിരുപാധികമായി അൺകണ്ടീഷണലായി കണ്ണടക്കുന്നതിനെയാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ പലതും ചെയ്യാം, അവനെ സഹായങ്ങൾ പലതും എനിക്ക് വേണമെങ്കിൽ അവന് നിർത്തൽ ചെയ്യാം, അവനെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ എനിക്ക് ഉപദ്രവിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ഞാൻ നീതിപീഠത്തിൻ്റെ മുൻപിൽ അവനെ കൊണ്ടുവരാം. പക്ഷേ ഞാൻ അതിനൊന്നും സന്നദ്ധമാകുന്നില്ല. ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ് എന്ന് വിചാരിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് മാത്രമാണ് സാധിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ റമദാനിൻ്റെ പശ്ചാത്തലത്തിൽ നാം വിട്ടുവീഴ്ച എന്ന് പറയുന്ന ആ ഗുണം കൂടുതലായി നമ്മൾ പുറത്തെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആളുകളൊക്കെ ആയിട്ട് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാത്തിൻ ഫമാത ദഖലൻ നാർ. 3 ദിവസത്തിൽ കൂടുതൽ സത്യവിശ്വാസികൾ മിണ്ടാതിരിക്കാൻ പാടില്ല. അതിനിടയിൽ ഒരാൾ മരിച്ചുപോയാൽ അവൻ നരകാവകാശിയായി തീരുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, വിട്ടുവീഴ്ച ചെയ്യുന്നത് അതൊരു കീഴ്പ്പെടലാണ്, അല്ലെങ്കിൽ അത് ഒരു അടിയറവ് പറയലാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ തോന്നും, നമുക്ക് അങ്ങനെ തോന്നും, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു അടിമയുടെ അന്തസ് അല്ലാഹു ഉയർത്തുകയേ ഉള്ളൂ. മറ്റൊരുപാട് നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകും. അയാളുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയേ ചെയ്യുകയുള്ളൂ, അയാൾക്ക് അന്തസ് ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്നത്, വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ അത് തൻ്റെ ഒരു ദൗർബല്യമായിട്ട് കാണും, അല്ലെങ്കിൽ അതൊരു അടിയറവ് പറയലാണ് എന്നൊക്കെയാണ്. ഒരിക്കലും അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കുടുംബജീവിതം, വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം, വ്യക്തികളും തമ്മിലും, കുടുംബത്തിലും സമൂഹത്തിലും സംഘടനകൾ തമ്മിലും ഒക്കെ പ്രസക്തമായ ഒന്നാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. വ്യക്തികൾ തമ്മിൽ പ്രസക്തമായ ഒന്നാണല്ലോ വിട്ടുവീഴ്ച. ഒരു കുടുംബത്തിൽ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് കുടുംബജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്.
വിട്ടുവീഴ്ച ചെയ്യാതെ കുടുംബത്തിൽ സന്തോഷകരമായി ജീവിച്ചു പോവുക സാധ്യമേ അല്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഇത്താനോട് ഇക്കാനോട് കാണിക്കുന്നത് മാത്രമാണ് വിട്ടുവീഴ്ച നമ്മൾ വിചാരിക്കരുത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുക ഇക്കാനോട് കാണിക്കുന്നതാണ് വിട്ടുവീഴ്ച, കുടുംബത്തിലെ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഇക്കാനോട് കാണിക്കുന്നതാണ് എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അതല്ല. ഇക്കാനോടും വിട്ടുവീഴ്ച കാണിക്കണം. പക്ഷേ നമ്മൾ ഇത്താനോട് വിട്ടുവീഴ്ച കാണിക്കാറില്ല, ഇക്കാനോട് മാത്രമേ വിട്ടുവീഴ്ച കാണിക്കാറുള്ളൂ. അതുകൊണ്ടൊരു കുടുംബജീവിതം സന്തോഷകരമായി പോകണമെങ്കിൽ മ്യൂച്വലായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു വേണം? വിട്ടുവീഴ്ച വേണം. ശത്രുക്കളായ ഇണകളോട് പോലും വിട്ടുവീഴ്ച വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. 64-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹദറുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സത്യവിശ്വാസികൾ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും എന്തുണ്ട്? നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറുഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിലും എന്നാണ് അതിനർത്ഥം പറയുക. പക്ഷെ മിക്കവാറും നമ്മുടെ മലയാള പരിഭാഷകളിലൊക്കെ അതിനർത്ഥം കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും എന്നാണ്. ആ അർത്ഥം അപൂർണമാണ്. ഭാര്യമാരിൽ മാത്രമേ ശത്രുക്കൾ ഉണ്ടാവുള്ളൂ. ഭാര്യയുടെ ഭർത്താവ് ശത്രുവായി വരില്ലേ? ഇതിനൊരു കണ്ടക്സ്റ്റ് കൂടി ഉണ്ട്. കാരണം മക്കയിലും മദീനയിലും ഒക്കെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഒരേ സമയം ഭാര്യ ഇസ്ലാം സ്വീകരിക്കുകയും ഭർത്താവ് ഇസ്ലാം സ്വീകരിക്കാതിരിക്കുകയും, ഭർത്താവ് ഇസ്ലാം സ്വീകരിക്കുകയും ഭാര്യ ഇസ്ലാം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ രൂപപ്പെടാവുന്ന ഒന്നാണ് ഈ ശത്രുത എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും യോജിച്ച ഒരു കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിൽ തന്നെ ഭാര്യയുടെ ശത്രുവായിരിക്കാം ഭർത്താവ്. കാരണം അയാൾ വേറൊരു ദർശനത്തിലാണ്, ഇവർ വേറൊരു ദർശനത്തിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലാഹു പറയുന്നത്, ഇന്ന മിൻ അസ്വാജിക്കും ഔലാദിക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. എന്ത് ചെയ്യണം? അവരെ സൂക്ഷിക്കണം നിങ്ങൾ. രണ്ടാമത്തൊരു രൂപമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഭാര്യമാർ ഇസ്ലാമിക വിരുദ്ധമായത് നമ്മളോട് ആവശ്യപ്പെടും. അവരും ഒരർത്ഥത്തിൽ നമ്മുടെ ശത്രുവാണ്. മറ്റേ അർത്ഥത്തിലല്ലെങ്കിലും ഒരർത്ഥത്തിൽ അവരും നമ്മുടെ ശത്രുവാണ്, മക്കളും. ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മളോട് നമ്മുടെ ഭാര്യയും മക്കളും പലതരത്തിൽ ആവശ്യപ്പെടും. കാലഘട്ടത്തിന്റെ സ്വാധീനവും ചുറ്റുവട്ടത്തിന്റെ സ്വാധീനവും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും ഒക്കെ കൊണ്ട് നമ്മളോട് പലതും ആവശ്യപ്പെടും. അവരും ഒരർത്ഥത്തിൽ എന്താണ്? നമ്മുടെ ശത്രുവാണ്. കാരണം നമ്മെ നരകത്തിൽ കൊണ്ട് എത്തിക്കാനാണ് അത് ഉപകാരപ്പെടുക. നമ്മൾ അതിന്റെ പുറകിൽ പോയാൽ, പലരും പറയുന്നത് ഭാര്യ സമ്മതിച്ചില്ല, മക്കൾ സമ്മതിച്ചില്ല എന്നൊക്കെയാണല്ലോ പല കാര്യത്തിലും പറയാറുള്ളത്. ഏത് കാര്യത്തിൽ സമ്മതിച്ചില്ല? ഏത് കാര്യത്തിലും സമ്മതിച്ചില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ എങ്ങോട്ടാണ് എത്തിച്ചേരുക? നമ്മൾ അള്ളാഹുവിന്റെ അതിർത്തിയിലേക്കും നരകത്തിലേക്കുമാണ് എത്തിച്ചേരുക. സ്വാഭാവികമായിട്ടും അപ്പോൾ ഇവരാരാവും? നമ്മുടെ ശത്രു. നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന ആളുകൾ ആരാ? നമ്മുടെ ശത്രുക്കളാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും ആ അർത്ഥത്തിലും നമ്മുടെ ശത്രുവാവാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് സംഗതിയും സംയോജിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, ഫഹ്ദറുഹും, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്, വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഇത് വളരെ അടിവരയിടേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു സൂക്തമാണ്. ശത്രുക്കളായ ഇണകളോട് പോലും വിട്ടുവീഴ്ച കാണിച്ച് അവർ ചെയ്യുന്ന പാപങ്ങൾ, നമ്മളോട് കാണിക്കുന്ന കുറ്റങ്ങൾ പരമാവധി പുറത്തു കൊടുത്ത് ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ അള്ളാഹ് എന്താ പറയുന്നത്? ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനാണ് എന്നാണ്. ആർക്ക്? ഈ വിട്ടുവീഴ്ച ചെയ്യുന്ന ഇണക്ക് പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതാണ്. അള്ളാഹ് ആ വാചകം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹ് എന്തുകൊണ്ട് എന്തൊക്കെ വാചകങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ സൂക്തങ്ങൾ അവസാനിപ്പിച്ചു എന്നത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള, വളരെ പ്രസക്തമായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഇവിടെ അള്ളാഹ് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ഇണകളും മക്കളും ഉണ്ടല്ലോ, അവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹ് പറയുന്നുണ്ട്. സൂക്ഷിക്കേണ്ടെന്ന് പറയുന്നില്ല, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. പക്ഷേ അങ്ങനെ ഒരു മനോഭാവം നിങ്ങളുടെ വീട്ടിൽ ഇണകൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ തമ്മിൽ കശവിശ ഉണ്ടാകാനും നിങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനും ധാരാളം സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അടിച്ച് മലത്തി അങ്ങനെ വിടയല്ല ചെയ്യേണ്ടത്, മറിച്ച് കുടുംബത്തെ കുളം തോണ്ടുകയല്ല ചെയ്യേണ്ടത്.
അല്ലെങ്കിൽ മറുവശത്തുള്ള ആൾ മറ്റൊരു ദർശനത്തിന്റെ ആളാണെങ്കിൽ താൻ ഈ വളരെ പ്രാഷായിട്ട് പരിക്കനായിട്ട് പെരുമാറുമ്പോൾ ഇതാണ് അയാൾ വിശ്വസിക്കുന്ന ദർശനത്തിന്റെ അല്ലെങ്കിൽ ഐഡിയോളജിയുടെ ദീനിന്റെ മതത്തിന്റെ സ്വഭാവം എന്ന് മറ്റുള്ളവർ ധരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയാലാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അതിനൊക്കെ ഇടയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് അവിടെ നിങ്ങൾ വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറണം എന്ന് പറഞ്ഞാൽ ഈ ദർശനത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി, ഈ ദർശനത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ്, മഹത്വം ആളുകൾ അറിയേണ്ടതുണ്ട്. അതുകൂടി അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തു തരുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ നമ്മെ ചിന്തിപ്പിക്കേണ്ട മറ്റൊരു സംഗതിയാണ് വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറിലെ 22-ാമത്തെ ഒരു സൂക്തമുണ്ട്. വലാ യഅ്തലി ഊലുൽ ഫദ്ലി മിൻകും വസ്സാത്തി അൻ യൂതു ലിൽ ഖുർബാ വൽ മസാകിൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് ഫലിയഅഫു വലയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്തു നൂറിലാണ് ഈ ആയത്തുള്ളത്. ഇതിനകത്തൊരു വാചകം നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് ജീവിതത്തിൽ. ഈ ആയത്ത് അവതരിക്കുന്നതിന് ഒരു റിവീലിംഗ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു സബബുൻ നുസൂലുണ്ട്, അവതരണ പശ്ചാത്തലമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട ഒരു അപവാദ കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. ആ കഥയുമായി ബന്ധപ്പെട്ടല്ല, അതിന്റെ അനന്തര സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ആയിഷ ബീവിയെ കുറിച്ച് വലിയ ഒരു അപവാദം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉയർത്താവുന്ന അപവാദങ്ങളിൽ വലിയ ഒരു അപവാദം, വ്യഭിചാര അപവാദം ഉയർത്തി. ഞാൻ അതിന്റെ വിശദാംശം വളരെ നേരത്തെയുള്ള ഖുതുബകളിൽ നടത്തിയിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ കഥ മൊത്തം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ അപവാദം അവിടെ മുനാഫിക്കുകൾ ശക്തമായി പ്രചരിപ്പിച്ചു. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും ഒക്കെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്. ഇസ്ലാമിക സമൂഹവും പ്രവാചകൻ അടക്കമുള്ള ഇസ്ലാമിക സമൂഹം ഈ സംഭവം പുറത്തു വന്നതോടുകൂടി ആടി ഉലയുകയായിരുന്നു. ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ ഉൾപ്പെടുന്ന സമൂഹം ഇത്രയേറെ ആടി ഉലഞ്ഞ ഒരു സംഭവം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ സംഭവം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. 11 മുതൽ 20 വരെയുള്ള സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് നൂറിൽ. അപ്പോൾ ഈ സംഭവം പുറത്തു വന്നതോടുകൂടി ശത്രുക്കൾ മാത്രമല്ലാതെ ഏറ്റെടുത്തത്, മുനാഫിക്കൾ മാത്രമല്ലാതെ ഏറ്റെടുത്തത്, ഒന്നാന്തരം ബദറിൽ പങ്കെടുത്ത സത്യവിശ്വാസികൾ അടക്കം അതിന്റെ ഏതൊക്കെയോ അർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്രചാരകരായി മാറി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വകയിലെ ഒരു ബന്ധു എന്ന് പറയുന്നത് മിസ്തഹ് ബിൻ ഉസാസ. മിസ്തഹ് ബിൻ ഉസാസയും ഈ പ്രചരണത്തിൽ പങ്കാളിയായിരുന്നു. ഇത് പ്രശ്നം അവസാനിച്ചപ്പോ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമമായി. കാരണം അത് സ്വന്തം മകളെ കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാമ്പത്തികമായി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഉമ്മക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പല സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു സാമ്പത്തികമായിട്ട്. വേറെയും പല സഹാബികളും പലർക്കും ഇതിനകത്ത് പങ്കാളിയായ സഹാബികൾക്കുള്ള സഹായം നിർത്തി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രതിജ്ഞ എടുത്തു, ഞാൻ ഇനി കൊടുക്കൂല. അദ്ദേഹത്തിന്റെ പ്രതിജ്ഞക്ക് തെറ്റുണ്ടെന്ന് എൻ്റെ ഈ ഖുതുബ കേൾക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം വെറും ഒരു പെണ്ണിനെതിരെയല്ല ആരോപണം. ലോകത്തെ മുഴുവൻ സത്യവിശ്വാസികളുടെ ഉമ്മയാണ് ആയിഷ ബീവി. അള്ളാഹുമായിട്ട് നേർക്കുനേരെ ബന്ധമുള്ള ഒരു പ്രവാചകന്റെ പത്നിയാണ് ആയിഷ ബീവി. പ്രവാചകൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നമ്പർ 1 സത്യവിശ്വാസിയുടെ മകളാണ് ആയിഷ ബീവി. ഇങ്ങനെയുള്ള 3 റാങ്കുള്ള ഒരു പെണ്ണിനെതിരെയാണ് ഏറ്റവും വലിയ അപവാദം അഴിച്ചുവിട്ടിട്ടുള്ളത്. ഏതൊരു പിതാവും പകച്ചു പോകും, ഏതൊരു പിതാവും തീരുമാനിച്ചു പോകും. അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തത്. ഞാൻ ഇനി കൊടുക്കൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തീരുമാനം എടുത്ത് നീങ്ങുന്ന ഉടനെ തന്നെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലാ യഅ്തലി ഊലുൽ ഫദ്ലി മിൻകും വസ്സാഅത്തി അൻ യുഅ്തു ഊലുൽ ഖുർബാ വൽ മസാകിൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വലാ യഅ്തലി ഊലുൽ ഫദ്ലി മിൻകും വസ്സാഅത്തി അൻ യുഅ്തു ഊലുൽ ഖുർബാ വൽ മസാകിൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. നിങ്ങളിൽ അല്ലാഹു അനുഗ്രഹിക്കപ്പെട്ട ആളുകളുണ്ട്, സമ്പത്തും സൗകര്യങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കപ്പെട്ട ആളുകളുണ്ട്. ഊലുൽ ഫദ്ലി മിൻകും വസ്സാഅത്തി അൻ യുഅ്തു ഊലുൽ ഖുർബാ, അത് ബന്ധുക്കൾക്കും വൽ മസാകിന അഗതികൾക്കും, പിന്നെ അതുപോലെ തന്നെ അള്ളാന്റെ മാർഗത്തിൽ പിന്നെ പലായനം ചെയ്ത ആളുകൾക്കും സാമ്പത്തികമായി സഹായിക്കില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കരുത്. വൽയഅഫു വലയസ്ഫഹു, അവരോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്, ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്. ഇവിടെ അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്.
എന്ന് പറഞ്ഞാൽ ഈ സംഭവം ചെറിയ ഒരു സംഭവമല്ല. ഇതിലൊക്കെ വളരെ ചെറിയ സംഭവത്തിലാണ് നമ്മൾ വർഷങ്ങളോളം മിണ്ടാതിരിക്കുകയും വർഷങ്ങളോളം നമ്മൾ ഒരു സഹായവും ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിനേക്കാൾ വളരെ ചെറിയ സംഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഈ സംഭവത്തെ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ ഒരു സംഭവത്തിലാണ്. ലോകത്ത് ആരും പറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതാണ് ശരിയെന്ന്. കാരണം അത് കൊടുക്കാതിരിക്കുകയല്ല വേണ്ടത്, 2 എണ്ണം അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത് എന്നുകൂടി വേണമെങ്കിൽ നമ്മൾ പറയും. കാരണം അത്രയും വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അവിടെ വച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫല്യഅഫു വലസ്ഫഹു, നിങ്ങൾ പിന്നെ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ വിട്ടുകൊടുക്കണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് കാണിച്ച ഒരുപാട് തെമ്മാടിത്തരങ്ങളും നെറുകേടുകളുമുണ്ട്, ദൈനംദിനം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമെന്നും പുറത്തു തരണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പുറത്തു കൊടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒറ്റ വാചകം മതി നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കാൻ. ആ ഒറ്റ വാചകം മതി. ഇനിയും ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിലും പ്രവാചകന്റെ ജീവിതത്തിലൊക്കെ ധാരാളം സംഭവങ്ങളുണ്ട് വിട്ടുവീഴ്ചയുടെ. സംഘടനകൾ തമ്മിൽ വിട്ടുവീഴ്ച ചെയ്താൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടാൻ പോവുക. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വലിയ പ്രിൻസിപ്പൽ ഉണ്ട്. തആവനു അലൽ ബിർരി വ തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും അതുപോലെ തന്നെ ബിർറിൽ തഖ്വയിലും ഭക്തിയിലും നിങ്ങൾ സഹകരിക്കണം, പരസ്പരം സഹകരിക്കണം. ഈ ആയത്തിന്റെ പരിസരം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് മുശ്രിക്കുകളും സത്യനിഷേധികളുമായി ബന്ധപ്പെട്ട അല്ലാഹു പറയുന്ന ഒരു കാര്യമാണ്. തആവനു അലൽ ബിർരി വ തഖ്വ, അവരായിട്ട് പോലും എന്ത് വേണം? നന്മയിൽ നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ മാറി നിൽക്കരുത്. തിന്മയിൽ ഇനി നിങ്ങളുടെ സംഘടനക്കാരനാണെങ്കിലും നിങ്ങളുടെ മതത്തിലുള്ള ആളാണെങ്കിലും തിന്മയുടെ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കാനും പോകരുത് എന്നല്ല പറഞ്ഞിരിക്കെ നമ്മുടെ സംഘടനക്കാർക്ക് ഒരേ ദൈവത്തിലും ഒരേ പ്രവാചകനിലും ഒരേ ഖുർആനിലും ഒരേ പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകളായിട്ട് പോലും നന്മയുടെ കാര്യത്തിൽ സഹകരിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്താൽ സഹകരിക്കാവുന്നതേ ഉള്ളൂ. ധാരാളം സാധ്യതകളുണ്ട്. ഇവിടെ വരെ എത്തിയിട്ടും നമ്മളിപ്പോഴും ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ്. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളുടെ മനസ്സുകളെ ആകെ കൺഫ്യൂഷനിലാക്കി അവരുടെ ഈമാനിനെ ദുർബലപ്പെടുത്തി ഇസ്ലാം തന്നെ ശരിയാണോ എന്ന് തോന്നുന്ന രൂപത്തിലാണ് ഇവരുടെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കണ്ടാൽ ഒരു വിട്ടുവീഴ്ചക്കും ആരും സന്നദ്ധമല്ല. വാ പിളർന്ന് സംഘപരിവാർ നിൽക്കുമ്പോൾ പോലും നാം അതിന് സന്നദ്ധമല്ല. അതിൻ്റെ എല്ലാ ദുര്യോഗവും നമ്മൾ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ എല്ലാവരും സന്നദ്ധമാകണം. വ്യക്തികളും സന്നദ്ധമാകണം, കുടുംബത്തിലും സന്നദ്ധമാകണം, സമൂഹത്തിലും സന്നദ്ധമാകണം, സംഘടനക്കാരും സന്നദ്ധമാകണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഈ റമദാനിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم.